കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മലയാളം ബികോം സെമിസ്റ്റർ രണ്ടാം സെമിസ്റ്ററിലെ മലയാളം പാഠപുസ്തകമായ ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങളിലെ സ്മരണകൾ എന്ന ഇൻട്രൊഡക്ഷനും അതോടൊപ്പം ഈവൻ എൻ്റെ പ്രിയ CJ എന്ന റോസി തോമസിന്റെ ആത്മകഥയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ സ്മരണകൾ എപ്പോഴും ആത്മകഥയുടെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടാവുന്നതാണ്. ആത്മകഥ സ്വന്തം അനുഭവങ്ങൾ കേന്ദ്രീകരിച്ച് എഴുതുന്നതാണെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗത്തെ മാത്രം ഓർമ്മിച്ചെഴുതുന്നതാണ് സ്മരണകൾ. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ചിദംബര സ്മരണകൾ ഇതിനൊരു ഉദാഹരണമാണ്. സ്മരണകൾക്ക് നമ്മൾ നേരത്തെ പഠിച്ച ദേവകി നിലയം കൊണ്ട് ആത്മകഥയിൽ അവർ പറയുന്നു, തെല്ലും വിദ്യാഭ്യാസം ലഭിക്കാത്ത ഞാൻ കണ്ടതും കേട്ടതും എന്റെ മനസ്സിൽ കിടന്നതാണ് എന്റെ കൃതിയിൽ ആവിഷ്കരിച്ചതെന്ന് പറയുന്നു. ഇനി നമുക്ക് ഇവൻ എൻ്റെ പ്രിയ CJ എന്ന പഠനക്കുറിപ്പിലേക്ക് കിടക്കാം. ഇവൻ എൻ്റെ പ്രിയ CJ എന്നുള്ളത് റോസി തോമസിന്റെ ആത്മകഥയാണ്. അവരുടെ ഭർത്താവും നാടകകൃത്ത് നിരൂപകനുമായ CJ തോമസിന്റെ കൂടെയുള്ള ജീവിതത്തെ പറ്റിയുള്ള സത്യസന്ധമായ വിവരണമാണ് ഇതെന്ന് പറയുന്നത്. ഇതിന് അവരാ ആത്മകഥയിൽ പറയുന്നത്, ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ്റെ എഴുതുന്ന അക്ഷരങ്ങൾ കണ്ണീരിൽ കുതിരാത്തൊരു കാലം വരുമ്പോൾ ഇത് എഴുതുള്ളൂ ഞാൻ തീരുമാനിച്ചിരുന്നു. എന്നെപ്പോലെ ആയിരം കണക്കിന് വിധവകൾ മുക്രയിട്ട് കരഞ്ഞാലും ഈ ലോകത്തിനൊരു ചുക്കുമില്ല എന്നവർ ആമുഖമായിട്ട് പറയുന്നുണ്ട്. നീലക്കടലാസിൽ പൊതിഞ്ഞൊരു പച്ചക്കുതിര എന്നാണ് അതിലെ 1-ാം അധ്യായം. അതിൽ CJ തോമസിനെ പരിചയപ്പെട്ടതിനെ കുറിച്ചും പ്രണയത്തിലായതിനെ കുറിച്ചും പറയുന്നു. മലയാളത്തിലെ പ്രശസ്ത നിരൂപകനായ MB പോളിന്റെ മകളാണ് റോസി. ഏറ്റവും പ്രശസ്തമായ MB പോൾസ് ട്യൂട്ടോറിയൽ കോളേജിലാണ് അവർ പഠിച്ചിരുന്നത്. അവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് CJ തോമസ് എത്തുന്നത്. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള വിഷാദവാനായ യുവാവ് CJ സാർ എന്നാണ് കൊച്ചു സാർ എന്നാണ് അറിയപ്പെട്ടത്. ചിത്രകാരനും കോളമിസ്റ്റും ഈ പത്രങ്ങളിലെ കോളം എഴുത്തുകാരനുമായ CJ നല്ലൊരു വായനക്കാരനായിരുന്നു. പോളിന്റെ മകളായ റോസിയെ പച്ചക്കുതിര എന്ന അദ്ദേഹം കളിയാക്കി വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ CJ തോമസിന്റെ വായന, ആഴത്തിലുള്ള അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ ഏകാഗിയുടെ ഒരു ഭാവം, അതൊക്കെ റോസിയെ അദ്ദേഹത്തോട് അടുപ്പിച്ചു. അവർ തമ്മിലുള്ള പരസ്പര പ്രണയത്തെ പറ്റിയാണ് ആദ്യ ചാപ്റ്ററിൽ നീലക്കടലാസിൽ പൊതിഞ്ഞ പച്ചക്കുതിരയിൽ പറയുന്നത്. ഷേവ് ചെയ്ത് മുടിയും ചീകിയ കാമുകൻ എന്നതാണ് 2-ാം അധ്യായത്തിന്റെ പേര്. കേരളത്തിന്റെ സാമൂഹ്യ സന്ദർഭങ്ങളിൽ അവർക്ക് അന്നത്തെ കാലത്തെ പ്രണയത്തിന് വലിയ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CJ തോമസും റോസിയും തമ്മിലുള്ള പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. അതിലൊന്ന്, രണ്ടുപേരും 2 വിശ്വാസ സമൂഹമായിരുന്നു. CJ യാക്കോബ സമുദായത്തിൽപ്പെട്ട ആളും റോസി കത്തോലിക്കയുമാണ്. പോൾ സാറിന്റെ മകളെ ഞാൻ തട്ടിയെടുത്തു എന്നൊരു കുറ്റബോധമാണ് CJക്ക് ഉണ്ടായിരുന്നത്. ഈ പ്രണയം തകർക്കാൻ റോസിയുടെ കുടുംബത്തിൽ നിന്ന് പലരും ശ്രമിച്ചതായിട്ട് പറയുന്നു. പുരോഹിതനായിട്ട് കുപ്പായം ഊരിയ ആളാണ് CJ എന്ന് ശത്രുക്കൾ പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ CJയുടെ പുരോഹിതനായ പിതാവിന്റെ ആഗ്രഹമായിരുന്നു CJ പുരോഹിതനാകണമെന്ന്. അങ്ങനെ CJ സെമിനാരിൽ പോവുകയും കുപ്പായം ഇടുകയും ചെയ്തു. പക്ഷെ അത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിനെ ഉപേക്ഷിച്ചു പോന്നു. അപ്പോൾ തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് സെമിനാരിയിൽ നിന്ന് പോകുന്നതെന്ന് വിശദമായ ആത്മകഥയിൽ റോസി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്ന താനും CJയും എങ്ങനെയാണ് പ്രണയത്തിലായതെന്നും അവർ വ്യക്തമായി വിവരിക്കുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് കാണാനും സംസാരിക്കാനൊക്കെ സാഹചര്യങ്ങൾ കുറവായിരുന്നു. പോൾസ് ട്യൂട്ടോറിയലിൽ നിന്ന് CJ ജോലി ഉപേക്ഷിച്ച് പോവുകയും MA ലിറ്ററേച്ചർ പഠിക്കാൻ മദ്രാസിലെ പ്രസിഡൻസി കോളേജിൽ ചേരുകയും ചെയ്തു. ആരുടെ മുന്നിലും തലകുനിക്കാത്ത തൻ്റെതായ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്ന പ്രണയം നിറഞ്ഞ ഒരാളായിട്ടാണ് CJ തോമസിനെ റോസി തൻ്റെ ആത്മകഥയിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ഇവൻ എൻ്റെ പ്രിയ CJ എന്നത് റോസി തോമസിന്റെ ആത്മകഥയാണ്. ഇതിന്റെ ചെറിയ നോട്ട് ഇതിനോടൊപ്പം ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.